മെട്രോ റെയിൽ തൃശൂരിലേക്ക് നീട്ടുന്നതുൾപ്പെടെയുള്ള പദ്ധതികൾ സാങ്കേതിക സാധ്യതകൾ പരിശോധിച്ച് അനുകൂലമെങ്കിൽ നടപ്പാക്കുമെന്ന് നിയുക്ത എം പി സുരേഷ് ഗോപി. തൃശൂർ സ്വപ്നം കാണുന്ന വളർച്ചയ്ക്കായി ശ്രമിക്കുമെന്നും സുരേഷ് ഗോപി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രവിജയം നേടിയതിനു ശേഷം തൃശൂർ കളക്ടറേറ്റിലെത്തി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രവിജയം നേടിയതിനു ശേഷം തൃശൂർ കളക്ടറേറ്റിലെത്തി മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. ഇത് വളരെ ഭാരിച്ച ഒരു സ്നേഹ വായ്പാണ് ഈ വിജയം എന്നാണ് അങ്ങനെയാണ് ഞാൻ ഇതിനെ സ്വീകരിക്കുന്നത്. ആ ഭാരം ഏറ്റാനും നിർവഹണത്തിലൂടെ ആ ഭാരം എല്ലാവരുടെയും തൃപ്തിയിലേക്ക് എന്നെ വിശ്വസിച്ച ഒരു സമൂഹത്തിൻ്റെ വോട്ട് ചെയ്ത സമൂഹം എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്തവർ മാത്രമല്ല, അല്ലാത്തവരും അവരുടെ ഇഷ്ടത്തിനാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അവരുമെല്ലാം ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗമാണ്, വോട്ടേഴ്സിൻ്റെ ഭാഗമാണ്. അവരുടെ എല്ലാം തൃപ്തിയിലേക്ക് എൻ്റെ ഉത്തരവാദിത്വം, അത് ഭാരമാണെങ്കിൽ അത് അവരുടെ തൃപ്തിയിലേക്ക് ഇറക്കി വെക്കാൻ സാധിക്കണം. അതിന് ജഗദീശ്വരൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടാവണം. ഇതിൽ നമ്മൾ സ്വപ്നം കാണുന്ന ഒരു വളർച്ച, അതുവഴി നമുക്ക് ഒരു FDI വന്നു കഴിഞ്ഞാൽ അതല്ലാതെ തന്നെ ഇവിടെ ഓൺടർപ്രണർഷിപ്പ് പ്രോഗ്രാംസിനൊക്കെ എങ്ങനെയാണ് ഒരു ബിസിനസ് ഫീസിബിലിറ്റിയിലേക്ക്, ഒരു ഫ്ലറിഷിംഗ് ബിസിനസ് ഫീസിബിലിറ്റിയിലേക്ക് ഒരു ഭയങ്കര ഡിവൈൻ ലോജിസ്റ്റിക്സ് വന്ന് ചേരാൻ പോകുന്നത് എന്ന് പറയുന്ന ടെക്നിക്കൽ സ്റ്റഡി അവർ നടത്തി അത് ഫീസിബിൾ ആണെങ്കിലാണ് അതിനുവേണ്ടി പിന്നെ നമുക്ക് സമ്മതം നടപ്പിലാക്കുകയും ചെയ്യും. ജനങ്ങൾ നൽകിയ ഭാരിച്ച സ്നേഹവായ്പായാണ് ഈ വിജയത്തെ കാണുന്നത്. ഈ ഭാരം ജനങ്ങളുടെയെല്ലാം തൃപ്തിയിലേക്ക് ഇറക്കി വയ്ക്കാൻ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. തൃശൂർ എടുക്കാൻ അനുവദിക്കാതെ പറഞ്ഞയച്ചപ്പോൾ തൃശൂർ എടുക്കാനായി താൻ ആഞ്ഞാഞ്ഞു വന്നതിന്റെ കൂലിയാണ് ഈ വിജയം. തൃശൂരിൽ സ്ഥിരതാമസമാക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് സ്ഥിരതാമസം പോലെ തന്നെയാകും എന്നായിരുന്നു മറുപടി. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 4:30 തൃശൂർ കളക്ടറേറ്റിലെത്തിയ സുരേഷ് ഗോപിക്ക് വൻ സ്വീകരണമാണ് നേതാക്കളും പ്രവർത്തകരും ചേർന്നൊരുക്കിയത്. കാവിഷാളുകളും തലപ്പാവും അണിയിച്ച് സുരേഷ് ഗോപിയെ BJP നേതാക്കളും വിവിധ ഉദ്യോഗസ്ഥ സംഘടനകളും ചേർന്ന് സ്വീകരിച്ചു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്, സംസ്ഥാന സെക്രട്ടറി A നാഗേഷ്, ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ തുടങ്ങി BJPയുടെ ജില്ലാ സംസ്ഥാന നേതാക്കളും നിരവധി പ്രവർത്തകരും ചേർന്ന് ആവേശാരവങ്ങളോടെയാണ് സുരേഷ് ഗോപിയെ സ്വീകരിച്ചത്. തുടർന്ന് നേതാക്കളോടൊത്ത് കളക്ടറുടെ ചേംബറിലെത്തിയ സുരേഷ് ഗോപി MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ വിജയപത്രിക കളക്ടർ VR കൃഷ്ണതേജയിൽ നിന്ന് ഏറ്റുവാങ്ങി. TCV ന്യൂസ്, തൃശൂർ.